ലഡുവാണ് ഇത്. ഒരു 10 മിനിറ്റ് ഒക്കെ മതി. സത്യം പറഞ്ഞാൽ 10 മിനിറ്റ് ഒന്നും വേണ്ട. റവ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് റവ ലഡു തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത റവയാണ്. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ നെയ്യ്ക്ക് അധികം താല്പര്യമില്ലാത്ത കാരണമാണ് കുറച്ച് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ചെരുക്കി എടുത്ത നാളികേരാണത്. 10-12 കശുവണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കിസ്മിസ്. പിന്നെ ഒരു 4 ഏലക്കായ. ഏലക്കായ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഏലക്കായുടെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാൽ എത്ര അളവാണ് ഉപയോഗിക്കണതെന്ന് ഞാൻ എടുക്കുന്ന സമയത്ത് പറയാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി ഇത് പൊടിച്ചെടുക്കണം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചോ എടുക്കാം. നമുക്ക് എത്ര മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഏലക്കായ ഞാൻ ഇത് പൊളിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഈ പഞ്ചസാര ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വരെ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഞാൻ കാഷ്യൂനട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് മതി. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ റോസ്റ്റ് ചെയ്ത റവയായ കാരണം ഒരുപാട് സമയം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ ലഡു എന്നൊക്കെ പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ലഡു തന്നെയാണ്. ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് റവ ലഡു. എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് തോന്നിയിരിക്കുന്നത്. നാളികേരം ചേർക്കാതെ തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെ റവ പൊടിക്കാതെ തയ്യാറാക്കാം, റവ പൊടിച്ചിട്ട് തയ്യാറാക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത റവ എടുത്താലും നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഈ ലഡുവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു മണം വരും ഈ റവ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല, ഒരു 2 മിനിറ്റ് ഒക്കെ മതിയാവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. എന്നാൽ റവയുടെ കളറ് ചേഞ്ച് ആവാനും പാടില്ല. ഈ ഒരു കളർ തന്നെ വേണം നമുക്ക് റവയ്ക്ക്. ഇപ്പോൾ റവ ആവശ്യത്തിന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി സെയിം കടായിലേക്ക് തന്നെ ഞാൻ നാളികേരവും ചേർത്ത് കൊടുക്കണം. നാളികേരം നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ റവ ലഡു കേടായി പോകും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് കോക്കനറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഫ്രഷ് കോക്കനറ്റ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ അപ്പം തന്നെ ലഡു കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് കോക്കനറ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ആവശ്യത്തിന് ഡ്രൈ ആയിട്ട് വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇത് മതി. നാളികേരം കളറൊന്നും ചേഞ്ച് ആവരുത്. റവ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചെടുത്തില്ലേ, ആ സെയിം ജാർ തന്നെയാണ്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. ഒരുപാട് അങ്ങോട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരികളോട് കൂടി പൊടിച്ചെടുത്താൽ മതി. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഈ സെയിം ജാറിലേക്ക് തന്നെ നാളികേരം റോസ്റ്റ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം
തണുത്തിട്ടുണ്ട്, അതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക, ഒന്ന് ചെറുതാക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതും ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നാളികേരവും റവയും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കും റവ ലഡു എന്ന് പറയുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അത്യാവശ്യം ടേസ്റ്റുള്ള ലഡു തന്നെയാണ് റവ ലഡു. ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിനി ഇവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാൻ ഈ പാലൊഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് പാല് ആദ്യം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പാല് ചെറിയൊരു ചൂടുള്ള പാലാണ്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഈ പാല് എല്ലാ ഭാഗത്തേക്കും ആവണം. പാല് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന പഞ്ചസാരയൊക്കെ ഉരുകി വരും. അപ്പോൾ പാല് ശ്രദ്ധിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് ഉരുട്ടി നോക്കാം. നന്നായിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. എന്നാലും തന്നെയാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ചിലർ റവ ലഡു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഇത് പക്ഷേ എളുപ്പമുള്ളൊരു മെത്തേഡാണ്. ഇതിനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ലഡും ഉരുട്ടിയെടുക്കാം. ഇത് ഞാൻ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ എല്ലാ ലഡും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് ഉപയോഗിച്ച് 13 ലഡുവാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ റവ ലഡു തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി